ചെറാപുഞ്ചി സേ ആയാ ഹൂँ എന്ന നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ ഒരു ടൂർ കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ പരിസമാപ്തിയിൽ വരികയാണ്. പ്രദീപ് പന്തിൻ്റെ ഈ ഒരു യാത്രാ വിവരൺ നമുക്ക് ആ ഒരു നോർത്ത് ഈസ്റ്റേൺ ഏരിയ അതിനെപ്പറ്റിയുള്ള ഒരു പുതിയ അറിവ് നൽകിയിട്ടാണ് ഈ യാത്ര അവസാനിക്കുന്നത്. നമ്മൾ കണ്ടു അദ്ദേഹം മേഘാലയ, ഷിലോങ്, ചെറാപുഞ്ചി ഈ സ്ഥലങ്ങൾ നോർത്ത് ഈസ്റ്റ്, നമുക്കധികം പരിചയമില്ലാത്ത നോർത്ത് ഈസ്റ്റ്, അവരുടെ കൾച്ചർ, അവരുടെ ഹാബിറ്റ്സ്, അവരുടെ മായിത്തി ബസാർ, അതെല്ലാം നമുക്ക് വേണ്ടിയും നമ്മളെയും പരിചയപ്പെടുത്തി. അതാണല്ലോ ഒരു യാത്രാ വിവരണത്തിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. നമ്മളെയും അവിടെയൊക്കെ കൊണ്ടുപോയി. ഏതൊരു യാത്രാ വിവരണം എന്ന പോലെ നമുക്ക് ഒരുപാട് അറിവ്, അവരുടെ ലാംഗ്വേജ്, അവരുടെ കൾച്ചർ, അവരുടെ ഡാൻസ് പ്രോഗ്രാംസ്, അങ്ങനെ എല്ലാത്തിനെ പറ്റി ഒരു പുതിയ അവബോധം നൽകിയാണ് ഈ ഒരു യാത്രാ വിവരൺ അവസാനിക്കുന്നത്. ഇത് അതിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണ്. അപ്പോൾ നമ്മളിതിൽ ഒരുപാട് കാര്യങ്ങൾ ആ ഏരിയയെ പറ്റി നമുക്ക് അനുഭവവേദ്യമായി. പ്രത്യേകിച്ചും ഈ ഡാൻസ് ക്ലിപ്പിങ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയത് ഈ ഒരു മാധ്യമത്തിലൂടെ നമ്മൾ അധ്യയനം നടത്തുന്നതുകൊണ്ട് അതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റി. നമ്മൾ കാണാത്ത കുറേ നൃത്ത രൂപങ്ങളാണ് നമ്മളിതിൽ കണ്ടത്. അപ്പോൾ ആ കണ്ടതായിരുന്നു നോങ്ക്രീം ഡാൻസ്. അത് അവരുടെ ഒരു സമൂഹ നൃത്യമാണ്. ജിസ്മേ കൈ ജോഡെ സ്ത്രീ പുരുഷ് പാവ് തിറക് ഉഠ്തേ ഹേ. സ്ത്രീകളും പുരുഷന്മാരും അതൊരു പ്രത്യേക രീതിയിലാണ് അവരുടെ ചലനം. नृत्य और उत्सव के ज़रिए शांति और संपन्नता की कामना की जाती है और अच्छी फसल के लिए ईश्वर को धन्यवाद दिया जाता है. നല്ലൊരു വിളവ് അവർക്ക് കിട്ടിയതിന് അവർ ഈശ്വരന് നന്ദി പറയുന്ന ഒരു ഉത്സവം കൂടിയാണ്. अपने ढंग का अलग नृत्य है यह, अपने अंचल की विविधता को समेटे हुए, लेकिन इसके पीछे उत्तर और दक्षिण भारत के उन नृत्यों जैसी ही भावना निहित है जो फसल कटाई की खुशी में गांव में ആയോജിത് കിയേ ജാത്തേ ഹെ. അപ്പം നമ്മുടെ ഫസൽ കട്ടായി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വിളവെടുപ്പ്, അതിനോടനുബന്ധിച്ച് ഒരുപാട് ഉത്സവങ്ങൾ എല്ലാ നാട്ടുരാജ്യങ്ങളിലും എല്ലാ സ്റ്റേറ്റ്സിലും നമ്മുടെ ഇവിടെ ഓണം ഉള്ളതുപോലെ ഒരു വിളവെടുപ്പിൻ്റെ ഒരു ഉത്സവമാണ് ഓണം. അതുപോലെ പൊങ്കലുണ്ട്, അങ്ങനെ ബൈസാഖിയുണ്ട്, അങ്ങനെ ഓരോ രാജ്യത്തും ഓരോ രീതിയിലും ഇത് ആഘോഷിക്കപ്പെടും. इसी तरह फसल की बुआई या उसके बाद विभिन्न अंचलों में उत्सव मनाए जाते हैं. जयंतिया पहाड़ियों में भी ऐसा ही उत्सव आयोजित किया जाता है हर वर्ष, जिसका नाम है बेहरडेन खलाम. അതുപോലെ തന്നെ വിത്ത് പാകിക്കഴിഞ്ഞൊരു ഉത്സവമുണ്ട്. അത് നമ്മുടെ രാജ്യം എന്ന് പറയുമ്പോൾ ഒരു കൃഷിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യമാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഓരോ ചടങ്ങുകൾക്കും ഓരോ ഉത്സവം കാലാകാലങ്ങളിൽ കൊണ്ടാടുന്നുണ്ടായിരുന്നു. അങ്ങനെ ജയന്തിയ ട്രൈബ്സ് ഈ ഒരു ബേഹർഡേൻ ഖലാം എന്ന് പറഞ്ഞ ഒരു ഉത്സവം കൊണ്ടാടും. അത് വിത്ത് പാകി കഴിഞ്ഞുള്ള സന്തോഷത്തിനാണ്. नाम में भले ही भिन्नता है, किंतु ऐसे उत्सव देश में हर कहीं मनाए जाते हैं.
रात के समारोह में बांग्ला नृत्य भी देखा था. ഫസൽ കട്ടായിക്ക് ഹർഷോല്ലാസ് കാ നൃത്യ. അതുപോലെ രാത്രിയിൽ ബംഗ്ലാ നൃത്യ കാണാനിടയായി. അത് ഫസൽ കട്ടായിക്ക് ഹർഷോല്ലാസ് കാ നൃത്യ ഹെ. അത് ഈ ഒരു വിളവെടുപ്പ്, നല്ല ഒരു സമൃദ്ധമായ ഒരു വിളവെടുപ്പ് കഴിഞ്ഞ് ആ ഒരു സന്തോഷത്തിനുള്ളൊരു ഡാൻസാണ്. लंबी बड़ी बड़ी लंबी ढोलकों के आकार वाले वाद्यों को साथ लिए अनेक पुरुष मंच पर आ गए थे. उनके साथ थी स्त्रियां और फिर अपनी लय में डूबे वे जाने कितनी देर तक नाचते गाते रहे थे. വലിയ വലിയ ചെണ്ട പോലത്തെ യന്ത്രങ്ങളെടുത്തിട്ട്, വാദ്യയന്ത്രങ്ങളെടുത്തിട്ട് അവരിങ്ങനെ ഡാൻസ് ചെയ്യായിരുന്നു. संगीत की लयबद्ध धारा बह चली थी. संस्कृति की यह परंपरागत अजस्र धारा जाने कितनी शताब्दियों से बहती चली आ रही है. यहाँ इन पर्वतमालाओं में ही नहीं, देश देश के हर कोने में, जिसका नाम कहीं बैसाखी हो जाता है तो कहीं പൊങ്കൽ या कहीं कुछ और. അപ്പോൾ ഈ പ്രദീപ് പന്ത് പറയുന്നത്, ചില സ്ഥലങ്ങളിൽ ഈ ഉത്സവം, ഈ വിളവെടുപ്പിനോടനുബന്ധിച്ച ഉത്സവം ബൈസാഖി എന്നറിയപ്പെടും, ചിലയിടത്ത് പൊങ്കൽ എന്നറിയപ്പെടും. പേര് മാറ്റമെന്നേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ആ ഒരു പവിത്രമായ ഒരു ഭാവന, ആ ഒരു വികാരം ഒന്ന് തന്നെയാണ്. मैं यही सब सोच रहा हूँ कि तभी एक स्थान पर जीप रुकती है. हम उतरते हैं. यह ऊंची पहाड़ी है, नीचे जंगल. सांगमा दूर उस पार इशारा करते हुए कहते हैं, यह देखिए यहाँ से बांग्लादेश और साफ दिखाई दे रहा है. അപ്പോഴാണ് ഞങ്ങളുടെ കൂടെ വന്ന സാങ്മ ഒരു സ്ഥലത്തെത്തിയപ്പോൾ പറയുന്നത്, അപ്പുറത്ത് നോക്കിയേ ബംഗ്ലാദേശ് കറക്റ്റായിട്ട് കാണാം. ഇത് നിസ്സാര കാര്യമല്ല, നമ്മൾ ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയാണ് കാണുന്നത്. वह बिल्कुल ठीक कह रहे हैं. इतना नज़दीक है बांग्लादेश कि विमान से उड़ान भरी जाए तो 1 मिनट भी न लगे वहाँ पहुँचने में. वही पानी में डूबा भूभाग. लेकिन इस बार बांग्लादेश के गांव की छतें तक साफ दिखाई पड़ रही हैं. बगल में एक गोलाकार विशाल पत्थर है. सांगमा बताते हैं यह प्राकृतिक शिवलिंग है. അപ്പോഴാണ് അതിൻ്റെ അടുത്തൊരു ശിവലിംഗം, അതും ഒരു നാച്ചുറൽ ശിവലിംഗം, ആരും ക്രിയേറ്റ് ചെയ്തതല്ല, തന്നെ അവിടെ പ്രകൃതിദത്തമായ ഒരു ശിവലിംഗം കാണാനിടയായി. फिर वह कुछ दूर पर वैसे ही एक अन्य शिवलिंग की ओर संकेत करते हैं. सचमुच प्रकृति का आश्चर्य है ये शिवलिंग. और आश्चर्य तो मौसमाई गांव की गुफाएं भी हैं. അവിടെ പിന്നെ വേറെ 2 പ്രകൃതിദത്തമായ തന്നെ വേറെ 2 അതിശയങ്ങൾ കണ്ടു. ഒന്ന്, പല സ്ഥലത്തും നാച്ചുറൽ ശിവലിംഗങ്ങളുണ്ട്. അതുപോലെ തന്നെ മോസ്മായി ഗ്രാമത്തിലെ ഗുഹകൾ വളരെ ഫേമസ് ആണ്. കേവ്സ്, നാച്ചുറൽ കേവ്സ് ആണ്, മനുഷ്യനിർമ്മിതമല്ല. हमारी जीप इन गुफाओं की ओर बढ़ रही है. तभी कुछ बच्चे हाथों में बिना जली मशालें लिए दिखते हैं. जीप रुकती है. सांगमा अपनी भाषा में इन हंसते खिलखिलाते बच्चों से कुछ पूछते हैं. शायद यह कि एक मशाल कितने की है. ബच्चे ഏക് സാത്ത് ഉത്തർ ദേത്തെ ഹെ. അപ്പോൾ ആ ഗുഹകളുടെ അടുത്ത് കുറേ ഗ്രാമത്തിൽ തന്നെ കൊച്ചു കുട്ടികൾ നിൽക്കുന്നതാണ്. അവരുടെ കയ്യിൽ ഈ പന്തമുണ്ട്, തീപ്പന്തമില്ലേ, കത്തിക്കാത്ത തീപ്പന്തം, മഷാൽ എന്ന് പറയും. അതെന്തിനാന്ന് വെച്ചാൽ ഈ കേവ്സിൻ്റെ അകത്ത് പോകുന്ന ടൂറിസ്റ്റുകൾ ഈ പന്തം ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും, വിലയ്ക്ക് കൊടുത്ത് വാങ്ങിക്കും. എന്നിട്ട് അത് കത്തിച്ചിട്ട് വേണം അകത്ത് പോകാൻ, കാരണം അത്രയ്ക്ക് കൂരാക്കൂരി ഇരുട്ടാണ്, ഗുഹയല്ലേ. और सांगमा जेब से 2 रुपये के 2 नोट निकाल कर उन्हें देते हैं और 2 मशालें ले लेते हैं. ये क्यों, मैं पूछता हूँ. गुफाएं इतनी अंधेरी हैं कि आप मशाल या टॉर्च जलाए बिना उनमें प्रवेश नहीं कर सकते. सांगमा का एक साथी कहता है. അപ്പോൾ എന്തിനാണ് ഈ പന്തം വാങ്ങിച്ചതെന്ന് ഞാൻ ചോദിക്കും. അപ്പം പറയണ ലോക്കൽസ് പറഞ്ഞ്, ഈ തീപ്പന്തം കത്തിക്കാതെ ഈ ഗുഹകൾ, ഈ മോസ്മായി കേവ്സിൻ്റെ അകത്ത് പോകാനൊക്കത്തില്ല, നല്ല ഇരുട്ടാണ്. और हम गुफाओं के एकदम निकट पहुंच गए हैं. द्वार के पास ही अंधेरा है. अंदर तो जाने कितना अंधेरा होगा. हमने मशालें जला ली हैं. അങ്ങനെ ഞങ്ങൾ ആ തീപ്പന്തമൊക്കെ കത്തിച്ച് ആ കേവ്സിനകത്തേക്ക് പോകും. और हम गुफाओं के अंदर आगे बढ़ रहे हैं. अगल बगल ऊपर नीचे पत्थर ही पत्थर. अभी ये पत्थर गिर पड़े तो हम लोगों का किसी को पता तक न चले. അപ്പം ഗുഹയ്ക്കകത്ത് കയറിയപ്പോൾ ശരിക്കും നല്ല ഡാർക്ക്, 4 വശവും പാറകൾ. ആ പാറകളെങ്ങാണ് ഇടിഞ്ഞ് വീണ, ഈ ഉരുൾപൊട്ടൽ പോലെ വല്ലതും ഉണ്ടായി ഇടിഞ്ഞ് വീണാൽ ഞങ്ങൾ അതിൻ്റെ അകത്ത് തീർന്നു.
പക്ഷേ സാങ്മ എന്താ പറയുന്നത്, സദിയോं से ये गुफाएं इसी तरह हैं और दूर बहुत दूर तक चली गई हैं. ഇത് കാലാകാലങ്ങളിൽ ഈ ഗുഹകളിൽ ഒരു ആപത്തും വന്നിട്ടില്ല. ഇത് നാച്ചുറൽ കേവ്സ് ആണ്, ഇതിനൊരു പ്രശ്നവും വരുത്തില്ല. कहीं कोई छेड़छाड़ नहीं की गई है इन प्राकृतिक गुफाओं के साथ, जैसी थी वैसी ही रहने दिया गया है. ആരും ഇതിനെ ഒന്നും, ഇത് നാച്ചുറലായിട്ടുള്ള ഗുഹകളാണ്, ഇതിലെ ആരും മനുഷ്യൻ നിർമ്മിതമായ ഒരു പ്രവൃത്തിയും ഈ ഗുഹകളിൽ നടത്തിയിട്ടില്ല. പാറ പൊട്ടിക്കുകയോ മണ്ണ് വാന്തുകയോ പാറ പൊട്ടിക്കുകയോ അതിൻ്റെ ഷേപ്പ് മാറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ ഇതുവരെ ഒരു ആപത്തും വന്നിട്ടില്ല. हम लोग कुछ दूर जाकर लौट पड़ते हैं जैसे किसी आश्चर्य लोक से लौट रहे हों. ഞങ്ങൾ കുറേ ദൂരെ അകത്ത് പോയി, ഇരുട്ടത്തുള്ള ആ ഗുഹയ്ക്കകത്ത്. ശരിക്കും ഒരു കാണാത്തൊരു കാഴ്ചയായിരുന്നു. നമ്മൾ കടൽ കണ്ടിട്ടുണ്ട്, നമ്മൾ മലകൾ കയറിയിട്ടുണ്ടായിരിക്കാം, പക്ഷെ ഒരു ഗുഹയ്ക്കകത്ത് കയറുന്ന എക്സ്പീരിയൻസ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. मशालें अब भी जल रही हैं, हमने उन्हें बुझाकर एक तरफ फेंक दिया है. सांगमा बताते हैं, ये गुफाएं गांव वालों की अपनी संपत्ति हैं, लेकिन गांव वालों ने इन्हें देखने के लिए टिकट नहीं लगाया है. बस गांव के बच्चे मशालें बेचकर 8-10 रुपये रोज़ कमा लेते हैं. टूरिस्ट सीज़न में आमदनी ज़रूर कुछ बढ़ जाती है. അപ്പോൾ സാങ്മ പറയാണ്, ഈ ഗുഹകൾ വാസ്തവത്തിൽ ഒരു പ്രകൃതിദത്തമായ ഒരു സൗന്ദര്യമാണ്. ഇതിന് ഇവിടുത്തെ ഗ്രാമീണർ, ഇതിന് ടൂറിസ്റ്റുകൾക്ക് ഇതിനകത്ത് കയറാൻ ടിക്കറ്റൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. പൊതുവേ നമ്മൾ കാണുന്നത് ഇങ്ങനത്തെ സ്ഥലങ്ങളെല്ലാവരും അതൊരു ടൂറിസ്റ്റ് കച്ചവടമായിട്ട് മാറ്റും. പക്ഷേ ഇവിടുത്തെ ഗ്രാമീണ കുട്ടികൾ കുറച്ച് ഈ തീപ്പന്തങ്ങൾ വിറ്റ് കാശുണ്ടാക്കുമെന്നല്ലാതെ തുച്ഛമായ വരുമാനം, അതും ടൂറിസ്റ്റ് സീസൺ ആകുമ്പോൾ അല്പം വരുമാനം കൂടും, അല്ലാതെ അവിടെ വേറെ ഇതിനെ ഈ ബിസിനസ് ഒരു ഏരിയ ആക്കി മാറ്റാൻ ഒന്നും തന്നെ ആ ഗ്രാമീണർ ചെയ്തിട്ടില്ല. अब हम लोग शिलोंग की तरफ लौट रहे हैं. आते समय सड़क के उस पार जो पहाड़ कोहरे में छिपे हुए थे वे अब साफ दिखाई पड़ रहे हैं. कोहरा छंट गया है. पहाड़ों से बहते हुए एक के बगल एक दर्जन भर झरने नज़र आ रहे हैं. झरनों से गिरते पानी का संगीत चारों ओर गूंज रहा है. इस संगीत और दिल्ली बम्बई की सड़कों के शोर में अंतर है. ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് കുറേ ഝർണ, കുറേ അരുവികൾ, കുറേ വെള്ളച്ചാട്ടം, ഇതിൻ്റെയൊക്കെ സൗണ്ട് ഒരു മനോഹരമായ മ്യൂസിക് പോലെയാണ്. നമ്മൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഡൽഹിയും ബോംബെയിലെ ആ റോഡുകളുടെ തിരക്കും ആ പൊല്യൂഷനും ആ സൗണ്ട് പൊല്യൂഷനും എയർ പൊല്യൂഷനും നോയ്സ് പൊല്യൂഷനും എല്ലാം കൂടെ നമുക്ക് ആലോചിക്കാനേ വയ്യ. ഇവിടെ നല്ല പ്രകൃതി രമണീയമായ അന്തരീക്ഷം. സംഗീത് और शोर में तो अंतर होता ही है, पर यदि सैकड़ों फुट ऊपर से गिरते पानी की आवाज़ को शोर भी कहा जाए तो इस शोर और दिल्ली बम्बई की सड़कों पर भागते वाहनों के शोर में अंतर है. मन करता है झरनों के इस शोर और संगीत में सदा सदा के लिए खो जाओ, लेकिन चाहते हुए भी संभव नहीं है. अगले दिन दिल्ली लौटना है. ഈ ഒരു വെള്ളച്ചാട്ടം, അതിൻ്റെ ഒരു മനോഹരമായ സംഗീതം, അരുവികൾ, പിന്നെ ഇടയ്ക്ക് ചാറുന്ന മഴ, അങ്ങനെ എല്ലാം കൊണ്ടും ഈ ഒരു പ്രദേശം വിട്ടു പോകാൻ ഇവരുടെ ഈ ഒരു ഗ്രൂപ്പിന്, പ്രദീപ് പന്തിന് കഴിയുന്നില്ലായിരുന്നു. പക്ഷേ അഗ്ലേ ദിൻ ദില്ലി ലോട്ട്നാ ഹെ, അവരുടെ താമസിക്കുന്ന സ്ഥലം ദില്ലിയാണ്. ദില്ലി എന്താണ്, ദില്ലിയെപ്പറ്റി അദ്ദേഹം പറയുന്നത് എന്താണ്, ഏക് മഹാനഗർ ജോ മഹാനഗർ കം और മഹാ കസ്ബ അധിക് ഹെ. ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ് ഡൽഹി. ആ ഡൽഹിയുടെ സബേർബ്സിലുള്ള ഒരു കാഴ്ച കണ്ടാൽ വാസ്തവത്തിൽ അത് ഒരു സിറ്റിയല്ല, മഹാ കസ്ബയാണ്. കസ്ബ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഫാസ്റ്റ് ഗ്രോയിങ് വില്ലേജ്. ടോട്ടലി മോഡേൺ സിറ്റിയായി മാറിയില്ല, ടൗണായി മാറിയില്ല, എങ്കിൽ ഗ്രാമത്തിൻ്റെ വിശേഷതകൾ ഉണ്ട് താനും. രണ്ടും അല്ലാത്തൊരു മിക്സ്. അപ്പോൾ ഇത് ഡൽഹിയിലെ, നമ്മൾ ഡൽഹിയിൽ ടൂറിന് പോകുമ്പം ഡൽഹിയിലെ മെയിൻ ഏരിയാസാണ് കാണുന്നത്. അത് വളരെ വിശാലമായ റോഡുകളും വളരെ മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. പക്ഷേ അതിൻ്റെ സബേർബ്സ്, നമ്മളൊന്ന് ആഗ്രയിലോട്ട് പോയി നോക്കിയേ, നമ്മളതിൻ്റെ ആ ഒരു സിറ്റി വിട്ടു നോക്കിയേ, അതൊരു ഒന്നുമല്ലാത്തൊരവസ്ഥയിലാണ്. ഗ്രാമവും അല്ല, ഗ്രാമത്തിൻ്റെ സ്വച്ഛതയില്ല, ഒരു സിറ്റിയുടെ ഭംഗിയില്ല, രണ്ടുമല്ലാത്തൊരു മഹാ കസ്ബയാണ്. വളരെ പൊല്യൂട്ടഡാണ്. ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്, ലെതർ ഇൻഡസ്ട്രീസ് പ്രത്യേകിച്ചും, പിന്നെ അല്ലാതെ കെമിക്കൽ ഇൻഡസ്ട്രീസ് ഉണ്ട്, ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു മോസ്റ്റ് പോപ്പുലേറ്റഡ് സിറ്റിയാണ് ദില്ലി. जिसे हम रोज़ जाने कितनी बार कोसते हैं, लेकिन अपने ही फैलाए जाल में फंसकर
जहाँ रहने के लिए हम अभिशप्त हैं. എന്നും ഹം കോസ്തെ ഹെ, കോസ്ന എന്ന് വെച്ചാൽ പഴിചാരുക, എന്നും ശപിക്കുക ഈ ഒരു സിറ്റിയിൽ താമസിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിൽ. പക്ഷേ അപ്നെ ഹി ഫെലായി ജാൽ മേ ഫസ്കർ രഹനെ കെ ലിയെ ഹം അഭിശപ്ത് ഹെ, നമ്മൾ തന്നെ അവിടെ കുറേ വല വിരിച്ചിരിക്കുന്നു. മനുഷ്യൻ തന്നെ വിരിച്ചിരിക്കുന്ന വലയിൽ മനുഷ്യൻ തന്നെ ജീവിക്കാൻ അഭിശപ്തനാണ്, വിധിക്കപ്പെട്ടവനാണ്. അക്കേല മേ ഹി നഹി, तमाम लोग जो देश के कोने कोने से आकर दिल्ली की भीड़ में खो गए हैं, अपनी पहचान गंवा बैठे हैं. അപ്പോൾ പ്രദീപ് പന്ത് പറയുന്ന ഞാൻ മാത്രമല്ല, അക്കേല മേ ഹി നഹി, തമാം ലോഗ്, ഒരുപാട് ആൾക്കാർ, ജോ ദേശ് കി കോനെ കോനെ സെ ആക്കർ ദില്ലി കി ഭീഡ് മേ ഖോ ഗയേ ഹെ, രാജ്യത്തിൻ്റെ പല സ്ഥലത്തും ഇന്ത്യയുടെ പല സ്റ്റേറ്റ്സിൽ നിന്നും ഡൽഹി എന്ന മഹാനഗരത്തിൽ വന്ന് ജോലി തേടി വന്ന് അവിടെ അങ്ങ് സെറ്റിലായവർ ദില്ലി കി ഭീഡ് മേ ഖോ ഗയേ ഹെ. ദില്ലി ഒരു വലിയ ഒരു ഭീഡാണ്, ഒരു ആൾക്കൂട്ടമാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അസ്തിത്വം, നമ്മുടെ എക്സിസ്റ്റൻസ് നമ്മളങ്ങ് ഇല്ലാതാക്കി ആ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ്. അപ്നി പെഹചാൻ ഗവാ ബേട്ടെ ഹെ, നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ട് അവിടെ അങ്ങ് വന്നങ്ങ് ഒത്തുചേരുകയാണ്. ഉൻകെ പാസ് അപ്ന കഹനെ കോ ബസ് കേവൽ അപ്ന നാം ഹി ഹെ, നമുക്ക് സ്വന്തം എന്ന് പറയാൻ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയാൻ നമ്മുടെ പേര് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ഡൽഹി എന്ന മഹാനഗരം, അത് സെയിം ആണ്. ബൊംബൈ ആയാലും കൽക്കട്ട ആയാലും മദ്രാസ് ആയാലും മഹാനഗരത്തിലെ അവസ്ഥയെല്ലാം സെയിം ആണ്. ധർത്തി ഓർ ആകാശ് സെ, പ്രകൃതി ഓർ ഉസ്കെ ആശ്ചര്യോं से उनका संपर्क മാനോ ഭംഗ് ഹോ ഗയാ ഹെ. ഭൂമി ഏതാണ്, ആകാശം ഏതാണ്, പ്രകൃതി എന്തുവാണ്, അതിൻ്റെ സൗന്ദര്യം എന്താണ്, അതിൻ്റെ അത്ഭുതങ്ങൾ എന്താണ്, അതിനോടെല്ലാം നമ്മുടെ ടച്ച് ഡൽഹിയിൽ വന്ന് പോയി കഴിഞ്ഞു, മഹാനഗരത്തിൽ വന്ന് പോയി കഴിഞ്ഞു. हम लोग फिर वही ऊंची नीची सर्पाकार सड़कों पर हैं, दोनों तरफ कभी പഹാഡ് ആത്തെ ഹേ കബി സപാട്ട് ഹരി ഭരി ജമീൻ. അപ്പം ഞങ്ങൾ ആ മേഘാലയയുടെ താഴോട്ട് നമ്മളൊരു ചുരം ഇറങ്ങുന്ന പോലാണ്. താഴോട്ട് ഇറങ്ങുമ്പോൾ സർപ്പാക്കാർ റോഡാണ്, സർപ്പത്തെ പോലെ പണിഞ്ഞ് കിടക്കുന്ന ടേൺസ് ഉള്ള റോഡുകൾ. കാരണം മൗണ്ടനിൽ നിന്ന് അങ്ങനെ ഇറങ്ങാൻ നോക്കും, മൗണ്ടനസ് ഏരിയയിൽ നിന്ന്. ദോനോ തരഫ് കബി പഹാഡ് ആത്തെ ഹേ തോ കബി സപാട്ട്, രണ്ട് വശത്തും ഇങ്ങനെ ടേൺ എടുക്കുമ്പോൾ ചിലപ്പം മൗണ്ടൻസ് കാണാം, ചില സമയത്ത് സപാട്ട് मैदान കാണാം, ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയ കാണാം. हरी भरी ज़मीन, खासी पहाड़ के लोगों की ज़मीन जिस पर उन्होंने खेती की हुई है. പല സ്ഥലത്തും അവർ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ കേൾക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഇല്ലേ. മൈത്തി ബാസാർ എന്നുള്ളൊരു ബാസാറുണ്ടെന്നും, അതുപോലെ ഇങ്ങനെ മോസ്മായി ഗ്രാമത്തിലുള്ള ഗുഹകളുണ്ടെന്നും, അത് നാച്ചുറൽ കേവ്സാണ്, മനുഷ്യർ കൊത്തി ഉണ്ടാക്കിയതല്ല, അതൊരു കേടുപാടും കൂടാതെ ഈ നാച്ചുറൽ കേവ്സ് അവിടെ ഉണ്ടെന്നും. പിന്നെ അതുപോലെ നമ്മൾ എന്താ കണ്ടത്, നോങ്ക്രേൻ ഡാൻസ് കണ്ടു. അത് നമുക്ക് വളരെ കളർഫുള്ളായിട്ട് തോന്നി ഇല്ലേ, വളരെ സ്ലോലി മൂവ് ചെയ്യുന്ന ഒരു ഡാൻസ് ഫോം. പിന്നെ നമ്മൾ ഈ ഒരു 3 മൗണ്ടൻ ഏരിയ ഉണ്ടെന്നും, ഖാസി, ജയന്തിയ, ഗാരോ. അതിൽ തന്നെ ഖാസികൾ മംഗോളിയൻസിൻ്റെ അവരുടെ ആൻസിസ്റ്റേഴ്സ് മംഗോളിയൻസ് ആണെന്നും, അതിൽ തന്നെ ഖാസികളുടെ ആൻസിസ്റ്റേഴ്സ് മംഗോളിയൻസ് ആണെന്നും, മറ്റവരുടെ ഗാരോയുടെ ആൻസിസ്റ്റേഴ്സ് ടിബത്തും ബോഡോ അങ്ങനെ പറയപ്പെടുന്നു. ഖാസികൾക്ക് കൂടുതൽ റെസ്പെക്റ്റ് കിട്ടുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ജൂം ഖേത്തി, അത് നമുക്കൊരു പുതിയ അറിവാണ് അല്ലേ. ഷിഫ്റ്റ് കൾട്ടിവേഷൻ, എങ്ങനെ അവർ വനപ്രദേശത്തിൽ ഒരു ഏരിയ ക്ലിയർ ചെയ്തിട്ട് അവിടെ കൃഷി ചെയ്തിട്ട് പിന്നെ 10-20 വർഷം കഴിഞ്ഞ് അവിടെ തിരിച്ചു വന്ന് അപ്പോൾ ആ ലാൻഡ് ഫെർട്ടൈലാവുന്നു. സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് മണ്ണിൻ്റെ ആ ഒരു ഫെർട്ടിലിറ്റി നഷ്ടപ്പെടുത്താതെ ചെയ്യുന്ന കൾട്ടിവേഷൻ. അങ്ങനെ ഈ ചെറാപുഞ്ചിസെ ആയാഹു. ആക്ച്വലി ഇത് ഞാൻ കഴിഞ്ഞ വർഷം ക്ലാസ്സിൽ എൻ്റെ കുട്ടികൾക്ക് എടുത്തപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി ഇത്രയും അറിവില്ലായിരുന്നു. കാരണം ഇതിങ്ങനെ പിക്ചേഴ്സ് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി സെർച്ച് ചെയ്തപ്പോഴാണ് ഇത്രയും മനോഹരമായ ഒരു യാത്രയായിരുന്നു ഇതെന്ന് മനസ്സിലായത്. മറ്റേതിങ്ങനെ വെറുതെ പഠിപ്പിച്ചു പോയി, ഇതങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് ഇത്രയും റെഫറും ഞാൻ ചെയ്തില്ല വാസ്തവത്തിൽ. അപ്പോൾ എനിക്കൊരു പുതിയ അറിവായിരുന്നു നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലെ അത് കാണാൻ പറ്റുക എന്നുള്ളത്. ആ ഒരു നോങ്ക്രേൻ ഡാൻസ് കാണാൻ പറ്റുന്നതും, പിന്നെ അവരുടെ ആൾക്കാരുടെ ആ ഒരു രീതി, ഒരു വേഷവിധാനം, അവരുടെ ഒരു എല്ലാം കൊണ്ടും ഒരു പുതിയ അനുഭവമായിരുന്നു. നമ്മൾ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കണ്ടു, കേവ്സ് കണ്ടു. പിന്നെ നമ്മൾ മേഘാലയയാണ് ഏഷ്യയുടെ ഏറ്റവും ക്ലീനസ്റ്റ് വില്ലേജ് ഉള്ള സ്ഥലമെന്ന് കണ്ടു. അതും എനിക്ക് വലിയ ടച്ചിങ് ആയിട്ടൊരു അനുഭവമായിരുന്നു. ഏഷ്യയിലെ ക്ലീനസ്റ്റ് വില്ലേജ്, അതും ആ വില്ലേജിൻ്റെ ഭംഗി കണ്ടാൽ തന്നെ നമുക്ക് എങ്ങനെ ഓരോ വില്ലേജറും അത് പ്ലാസ്റ്റിക് ഫ്രീ ആണ് 10-14 വർഷം കൊണ്ട്.
എങ്ങനെ ഓരോ വില്ലേജറും അതിനെ വേൾഡിലെ ക്ലീനസ്റ്റ് വില്ലേജ് ആക്കാനുള്ള ഒരു ശ്രമത്തിലാണെന്നും മനോഹരമായ ചെടികളൊക്കെ നട്ട് എല്ലാവരും വളരെ വെളിയിൽ നിന്നുള്ള സഹായമില്ലാതെ അവർ തന്നെ ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവാണ് ക്ലീനായിട്ട് വെക്കുക എന്നുള്ളത്. അത് വളരെ മനോഹരമായിട്ടുള്ളൊരു പാഠമായിരുന്നു. ആസ്വദിക്കാൻ പറ്റിയൊരു ചാപ്റ്ററായിരുന്നു ഈ ചേരാ പുഞ്ചിസേ ആയാ ഹൂം. അപ്പോൾ നമുക്കിനി അടുത്ത അപ്ലോഡിങ്ങിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.